അങ്ങനെ ഭക്ഷണത്തിന് ശേഷം ഞങ്ങൾ പിന്നെ യാത്ര തുടർന്നു കേട്ടോ. ഇപ്പം നെടുമ്പാശ്ശേരി എത്തി. ഇനി കുറച്ചുകൂടി പോയാൽ കാലടി, അവിടെ നിന്ന് നേരെ മലയാറ്റൂര്. അവിടെ നിന്ന് അടുത്താണ് നമ്മൾ പറഞ്ഞ ഈ കാപ്രിക്കാട് കേട്ടോ. സത്യത്തിൽ ഈ വഴി എത്തിയപ്പോൾ ശരിക്കും ഒരു സമാധാനം കിട്ടിയ പോലെ ഉണ്ട്. ഇത്രയും നേരം ഭയങ്കര ട്രാഫിക്കും പൊടിയും പുകയും എന്താ പറയുക, ബിസി ലൈഫായിരുന്നു. ഇവിടെ എത്തിയപ്പോൾ ഭയങ്കര ശാന്തമായ ഒരു അവസ്ഥയാട്ടോ. അതുമാത്രമല്ല, ഈ റോഡ് കണ്ടിട്ട് എനിക്ക് കൊതിയായി. ഇതേപോലെ തന്നെ ആകാൻ പാടില്ലേ നമ്മുടെ മറ്റു റോഡുകളും അല്ലേ. ചെടി നോക്കാൻ വേണ്ടി തന്നെ CCTV ക്യാമറ വെച്ചേക്കുന്നത്. ഈ റോഡ് കണ്ട് പഠിക്കണം ബാക്കിയുള്ള റോഡുകളൊക്കെ. എന്ത് രസമായിട്ടാണ് പണിതേക്കണേ. ഇനി അങ്ങോട്ട് ശാന്തമായ പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് നമുക്ക് പോകാൻ പറ്റും കേട്ടോ. ഇത്രയും നേരം ഫുൾ ബിൽഡിങ്ങും തിരക്കുകളുമായിരുന്നു. ഇനി അങ്ങോട്ട് കുറേയൊക്കെ നമുക്ക് റിലീഫായിട്ട് യാത്ര ചെയ്യാൻ പറ്റും. എൻ്റെ ഹസ്ബൻഡിന് ഇങ്ങനെ ട്രാവൽ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാട്ടോ. ഓരോ യാത്രകളും നമ്മോട് പങ്കുവയ്ക്കുന്നത് ഓരോരോ അനുഭവങ്ങളാണ്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്ന എല്ലാ സ്ട്രെസ്സും തന്നെ ഓരോ യാത്രകളിലൂടെയും നമുക്ക് കുറേയൊക്കെ റിലീഫ് കിട്ടും. നിങ്ങൾക്ക് അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും പറയണം കേട്ടോ. ഇത് ഈ കാണുന്നത് നമ്മുടെ ഇൻ്റർനാഷണൽ എയർപോർട്ടിൻ്റെ സോളാർ പാനലുകളാണ്. നമ്മുടെ എയർപോർട്ടിൽ ഇപ്പോൾ ഫുള്ളി സൗരോർജ്ജം കൊണ്ടാണല്ലോ നിർമ്മിതം. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ് ഇതൊക്കെ. ഇപ്പോൾ നമ്മൾ മലയാറ്റൂർ എത്താറായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയുമായി പിന്നെ കാണാം. ടാറ്റാ.